നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ക്ഷേത്ര പരിസരത്ത് പാലും വെണ്ണയും ഉറഞ്ഞു കട്ടിയായിരിക്കുന്നു എന്ന് തിരുമേനി പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞേനെ അത് നാളെ കോരിക്കളഞ്ഞാ മതിയെന്ന്. പക്ഷേ കുന്നുകൂടി കിടക്കുന്നത് മാലിന്യമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ വൃത്തിയാക്കണം. പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന്. കളക്ടർക്ക് മറുപടി പറയേണ്ട ബാധ്യതയൊന്നും മേയർക്കില്ല. അങ്ങനെന്ന് പറഞ്ഞു ഒഴിഞ്ഞാലോ മേയറെ? ഇതേ കുടിവെള്ള പ്രശ്നമാ. ഞാൻ പറഞ്ഞില്ലേ, മേയറേക്കാൾ വലുതൊന്നും അല്ല കളക്ടർ. ഷട്ട് അപ്പ്. ശാലിനി, സുസ്മിതേ, നാളെ സൂര്യോദയത്തോടൊപ്പം കോളനി വാർഡുകളിലെ ടാപ്പുകളിൽ വെള്ളം എത്തിയിരിക്കണം. കളക്ടർ ശാലിനി അല്ല ഈ പറയുന്നത്, ശാലിനി വിഷ്ണു. അറിയാലോ നിനക്കെന്നെ. പാവപ്പെട്ട കുഞ്ഞുങ്ങൾ കുടിവെള്ളമായി ചെളിവെള്ളം അരിച്ചു കുടിക്കുമ്പോ നട്ടെല്ല് നിവർത്തി നിന്നിങ്ങനെ മേയറുടെയും കളക്ടറുടെയും അധികാരപരിധി അളക്കാനും വേണം സുസ്മിതേ ഒരു ഉളുപ്പില്ലായ്മ. നീയൊന്നും ഒരിക്കലും നന്നാവില്ല. കളക്ടറുടെയോ മേയറുടെയോ അതിനേക്കാൾ വലിയ മാടമ്പിമാരുടെയോ പേനത്തുമ്പിൽ കുരുങ്ങിക്കിടക്കേണ്ടതല്ല കുരുന്നു കുട്ടികളുടെ തൊണ്ടയിലേക്ക് എത്തേണ്ട ഒരു തുള്ളി ദാഹജലം. അതൊക്കെ അറിയണമെങ്കിൽ ആദ്യം മനുഷ്യനാവണം. അപ്പൊ സുസ്മിതേ പറഞ്ഞതുപോലെ നാളെ സൂര്യോദയത്തിനൊപ്പം കോളനി വാർഡിൽ കുടിവെള്ളം. യെസ് മാം. ACP, മാഡം, ഈ പറഞ്ഞ കാര്യം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഒന്ന് മോണിറ്റർ ചെയ്യണം. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചുമതലയാ. യെസ് മാഡം. എന്താ സരോജ മെമ്പറെ, സന്തോഷായില്ലേ? ആയി മാഡം. രണ്ടു വർഷമായി കിട്ടാത്ത കുടിവെള്ളം 2 മിനിറ്റ് കൊണ്ട് എത്തിക്കാൻ മാഡത്തിന് കഴിയുമെങ്കിൽ മറ്റൊരു കാര്യം കൂടി നിവൃത്തിയാക്കി തരണം. മാലിന്യ പ്രശ്നമാണ് മാഡം. ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ട് നാട്ടുകാർ മാലിന്യം മൊത്തം കൊണ്ടു തള്ളുന്നത് ക്ഷേത്രഭൂമിയിലാണ്. ക്ഷേത്രം ഇരിക്കുന്നതും നഗരസഭാ പരിധിയിലാണ്. വൃത്തിയാക്കി കൊടുക്കാം നാളെ തന്നെ. ക്ഷേത്ര പരിസരത്ത് പാലും വെണ്ണയും ഉറഞ്ഞു കട്ടിയായിരിക്കുന്നു എന്ന് തിരുമേനി പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞേനെ അത് നാളെ കോരിക്കളഞ്ഞാ മതിയെന്ന്. പക്ഷേ കുന്നുകൂടി കിടക്കുന്നത് മാലിന്യമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ വൃത്തിയാക്കണം. പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന്. സർക്കാരിന്റെ പദ്ധതി ആയതുകൊണ്ട് ഇന്ന് തന്നെ താക്കോല് വാങ്ങിച്ചു കയറി താമസിച്ചു കളയാന്ന് വിചാരിക്കരുത് കേട്ടോ. അതിൻ്റെതായ സമയമെടുക്കും എന്ന് കരുതി കിട്ടാതിരിക്കില്ല. സർക്കാർ സംവിധാനത്തിൽ കിട്ടാവുന്ന അത്രയും വേഗത്തിൽ. കളക്ടർ ശാലിനിയാണ് പറയുന്നത്. അത് മതി മാഡം, അത് കേട്ടാൽ തന്നെ ധാരാളം. അനു, ഇവരുടെ ഐഡിയും റേഷൻ കാർഡും പിന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ആവശ്യമുള്ള രേഖകളെല്ലാം കൂടി ഒന്ന് സംഘടിപ്പിച്ച് ലൈഫ് മിഷന്റെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും മാം. എന്റെ കൂടെയുള്ള 2-3 കൗൺസിലർമാര് കുതികാല് വെട്ടുകയും കൂടെ ചെയ്താ ഞാൻ എല്ലിയുടെ മാളത്തിൽ തന്നെ പോയി താമസിക്കേണ്ടി വരും ചിറ്റപ്പ. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആവുന്ന
എന്റെ 6 വർഷത്തെ തടവ് ശിക്ഷ അടക്കം കുത്തിപ്പൊക്കിക്കൊണ്ടുവരും ഓൺലൈൻ റിപ്പോർട്ടർമാര്. എന്നാ നീ ഒരു കാര്യം ചെയ്യും, വല്ല കന്യാസ്ത്രീ മഠത്തിലോ ഭജനപ്പറമ്പിലോ പോയി കുത്തിയിരിക്കാൻ പോ. നീ ഇത്രയും സന്മാർഗത്തെ ചിന്തിക്കാനാണെങ്കിൽ പിന്നെന്തിനാണ് നീ കാശറിഞ്ഞ് വോട്ട് വാങ്ങിയത്, മേയറായതൊക്കെ? എടി, പൊതുജനത്തിന് ഗുണമുള്ള ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ജനത്തിന്റെ കയ്യിലോട്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അക്കാര്യം ജനം ഒരിക്കലും അറിയാൻ പാടില്ല. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് ഇടത്തട്ടിലുള്ള ഭരണാധികാരികൾ ഉദ്യോഗസ്ഥരും ഭാവിക്കാവൂ. അങ്ങനെ ഓരോ കാര്യം സാധിച്ചു കൊടുക്കുമ്പോഴേ അവർക്ക് അതിന് വിലയുണ്ടാവുള്ളൂ. എങ്കിലേ ഇടനില നിൽക്കുന്നവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും. അതിപ്പോ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലാതാണെങ്കിലും. ആരോടാ ഞാനതൊക്കെ പറയുന്നത്? സർലയുടെ മോളോട്. ബെസ്റ്റ്. ചിറ്റപ്പ അറിയാം, ചക്കരക്കുടമാണെന്ന് കരുതി തന്നെയാ മേയർ കസേര പൊന്നും വില കൊടുത്ത് വാങ്ങിച്ചത്. അതിനിടയിൽ ഈ പിശാശൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്ന ആരെങ്കിലും കരുതിയോ? കെട്ടിയെടുത്ത് കരുതി? ചിറ്റപ്പ, ഞാനൊരു മേയറാ. നീ ഒരു മേയറാന്നുള്ള വിചാരം ആദ്യം വേണ്ട നിനക്കാ, വേറെ ആർക്കും അല്ല. മേയറാണ് എന്റെ പവർ കാണിക്കണോടി. ഇത് ഉമ്മ ചൊടിയും ചൊടയില്ലാത്ത ഒരുമാതിരി പഴന്തുണി പോലെ. മോളെ, കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ? ആ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. ശരി. എടി, നീ എന്നോട് വിരോധം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ. എടി, അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തെന്ന് കരുതി നീ എന്താ കെട്ടി കാശിക്ക് പോകാൻ പോവാ? തുമ്മിയെ തിരക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടെന്ന് വെക്കടി. എടി, അവള് വളർന്നിറങ്ങിയോ പറഞ്ഞ 5 ഡയലോഗ് നിനക്ക് ഓർമ്മയുണ്ടോ? എടി, കുരങ്ങിന്റെ കഴുതയുടെ ആയുസിന്റെ കാര്യത്തെക്കുറിച്ച് ഒരു കണക്ക് നിരത്തിയല്ലോ അവള്. ആ കൂട്ടത്തിൽ അവളൊരു സിംഹക്കുട്ടിയുടെ ആയുസിന്റെ കാര്യം കൂടി പറഞ്ഞു. സിംഹക്കുട്ടി ഒരു ദിവസം ജീവിച്ചാലും സിംഹക്കുട്ടി തന്നെ ആയിരിക്കുമെന്ന്. അവളാ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എടി, അവക്കെല്ലാം അവിടെ പൊളിച്ചെടുക്കാൻ ഒരു ദിവസം തികച്ച് വേണ്ടാന്ന്. 1 മണിക്കൂർ മതിയെന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സത്യമാണെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. ശാലിനി പൊളി തുടങ്ങി മോളെ. മെമ്പർ സരോജത്തെയും പ്രൈവറ്റ് സെക്രട്ടറി അനുപല്ലവിയും ഒക്കെ ഇടതും വലതും നിർത്തി അവളങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ നീ നിന്നിടത്തുനിന്ന് വാലും ചുരുട്ടി ഓടും. നിന്റെ കാര്യം ഓർക്കും എനിക്ക് സഹതാപമുണ്ട് മോളെ. എന്റെ രായേട്ടന്റെ മോളെയാണല്ലോ അവൾ എന്റെ കൺമുന്നിലിട്ട് കാൽക്കീഴിലിട്ട് ചവിട്ടി അരയ്ക്കുന്നത്. ചിറ്റപ്പനൊന്ന് നിർത്തുന്നുണ്ടോ? മോളെ, നീ ഒരു മേയറാണ്. ചിറ്റപ്പൻ കണ്ടോ മേയർ ആരാണെന്നും മേയറുടെ പവർ എന്താണെന്നും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.